ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. അനർഹരായ 100-ലധികം പേർ വീട് തട്ടിയെടുത്തുവെന്ന് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെ തട്ടിപ്പ് നടത്തി. 27 പേരിൽ നിന്നായി ആദ്യഘട്ടത്തിൽ 1,14,00,000 രൂപയും പലിശയും റവന്യൂ റിക്കവറിയിലൂടെ തിരിച്ചുപിടിക്കും. LDF സർക്കാരിന്റെ അഭിമാനമായ ലൈഫ് മിഷൻ ഭവന പദ്ധതി. എന്നാൽ ഉപ്പുതറയിൽ ഇതേ LDFന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതി ലൈഫ് മിഷൻ വീടുകൾ അനുവദിച്ചത് അനർഹർക്ക്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തട്ടിപ്പിനായി എല്ലാവരും ഒന്നിച്ചു. 1.5 ഏക്കർ സ്ഥലമുള്ള CPIM അംഗവും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ VP ജോൺ ഡിവിഷൻ മെമ്പറായിരിക്കെ 3 സെന്റ് സ്ഥലം മാത്രമാണുള്ളതെന്ന് കാണിച്ച് വീട് തട്ടിയെടുത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS ഷാൽ അനർഹമായി ലഭിച്ച വീട് നിയമം ലംഘിച്ച് 3 ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തി. ഗുരുതരമായ വീഴ്ച വരുത്തിയ ആളുകളുണ്ട്. പഴയ വീടിന്റെ പെയിന്റ് അടിച്ചിട്ട് പൈസ മേടിച്ച ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് 40,000 രൂപ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയായിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ വിജിലൻസിന്റെ റിപ്പോർട്ടും പ്രകാരം ലഭിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ കർശനമായ തീരുമാനം എടുക്കാനായിട്ട് തീരുമാനം ഉണ്ടാകുകയുണ്ട്. രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ ബന്ധവും മുതലെടുത്താണ് തട്ടിപ്പെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഭൂരിപക്ഷം പേരും ഭരണരാഷ്ട്രീയപ്പെട്ട ആൾക്കാരെ മേടിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട കേസ് മറ്റു ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ആര് പിന്നെ ഇത് അനുകൃതമായി മേടിച്ചിട്ടുണ്ടോ അവരിൽ നിന്നും ഇതുമായിട്ട് അന്വേഷണം നടത്തി ഈ പണം തിരിച്ചു ഈടാക്കണം എന്നുള്ളതാണ് ആവശ്യം. പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും ഇക്കൂട്ടത്തിലുണ്ട്. 2022 വിജിലൻസ് അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തിയ 27 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പഞ്ചായത്ത് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. രാഹുൽ, ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റമാണ് എന്ന് കരുതണോ? അത് കൂടുതൽ തട്ടിപ്പതിന്റെ തുടർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഗുഡ് മോർണിംഗ് രാഹുൽ. ഹാഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. വലിയൊരു തട്ടിപ്പിന്റെ തുടക്കം മാത്രമാണ് ഇതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിജിലൻസിന്റെ അന്വേഷണത്തിലും അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2022 വിജിലൻസ് ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ഉപ്പുതറ പഞ്ചായത്തിൽ അന്വേഷണം നടത്തിയത്. വലിയ തരത്തിലുള്ള ക്രമക്കേട്, അതായത് 1,500 വീടുകൾ നൽകിയതിൽ 150ഓളം പേർ അനർഹരായവരാണ്. അവർ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ ബന്ധവും മുതലെടുത്താണ് ഈ തട്ടിപ്പ് എന്നുള്ളതായിരുന്നു. ഇതിൽ ഈ വീട് പണിയൊക്കെ ആരംഭിക്കാൻ ഏതായാലും കുറച്ച് സമയമെടുക്കും. ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇടം പിടിക്കുന്നു, പിന്നീട് എഗ്രിമെന്റ് വെക്കുന്നു. അതിനുശേഷം ഈ ജിയോ ടാഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഈ സ്ഥലം പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുക. ഇത് ഏതെങ്കിലും തരത്തിൽ അനർഹരാണ് എന്ന് പഞ്ചായത്തിന് കണ്ടെത്താനുള്ള ഒരുപാട് സമയമുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, അല്ലെങ്കിൽ തെറ്റുപറ്റിയതല്ല എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. മനഃപൂർവ്വം ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. അത് പഞ്ചായത്ത് ഭരണസമിതി, കഴിഞ്ഞ 2015 അധികാരത്തിലേറിയ LDF ഭരണസമിതിയും അതുപോലെ തന്നെ ആ ഘട്ടത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും സംയുക്തമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ പ്രസിഡന്റ്, അപ്പോൾ അദ്ദേഹം 2018 കാലത്തിൽ ഡിവിഷൻ മെമ്പറായിരുന്നു. അയാൾ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടത്തി. അതായത് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിട്ട് 3 സെന്റ് സ്ഥലം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാണ് VP ജോൺ, ഇപ്പോഴത്തെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വീട് നേടിയെടുത്തത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ്, ഇദ്ദേഹത്തിന് മറ്റു വീടുകളുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ സ്ഥലമുണ്ട്, വാഹനങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള അർഹതയും ഈ ലൈഫ് മിഷനിൽ വീട് സമ്പാദിക്കാനുള്ള അർഹതയില്ല. എന്നിട്ടും ഇയാൾ വീട് സമ്പാദിച്ച, വീട് നേടിയെടുത്തതിന് ശേഷം നിർമ്മിച്ച് 3 ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തി. എത്രയോ ആളുകൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇടം പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വലിയ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്നതാണ്. വീടും സ്ഥലവും ഇല്ലാത്ത പാവപ്പെട്ടവർക്ക്, അർഹരായവർക്ക് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വലിയ ആശ്വാസം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അനർഹരായവർ തട്ടിയെടുത്തതോടുകൂടി അർഹരായ നിരവധി ആളുകൾ, 100 കണക്കിന് ആളുകൾ ഈ പദ്ധതിയുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൽ 27 പേരിൽ നിന്നായി 1,14,00,000 രൂപ റവന്യൂ റിക്കവറിയിലൂടെ തിരിച്ചുപിടിക്കാൻ പഞ്ചായത്ത് നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതും 3 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 2022 വിജിലൻസ് ഇതിൽ നടപടി ആവശ്യപ്പെട്ടതാണ്. അന്ന് ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള ഉപ്പുതറ പഞ്ചായത്ത് ഈ അനർഹരായി ഈ തട്ടിപ്പ് നടത്തിയവർക്ക് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുനരാരംഭിച്ച ഘട്ടത്തിലാണ് ഈ റവന്യൂ റിക്കവറി എന്നുള്ള വാചകം മാത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പ്രാവർത്തികമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. രാഹുൽ വിജയനാണ് ആ തട്ടിപ്പ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് കൂടുതൽ അന്വേഷണത്തിലെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാവുമെന്ന് കണ്ടറിയാം.